കുണ്ടറ ബുക്ക് സ്റ്റോറി സാഹിത്യോത്സവത്തിന് തുടക്കമായി. നിയോജകമണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ വികസനം ലക്ഷ്യമിട്ട് PC വിഷ്ണുനാഥ് MLA നടപ്പാക്കുന്ന കണക്ട് കുണ്ടറയുടെ ഭാഗമായാണ് സാഹിത്യോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. അറിവിന്റെ ലോകത്ത് അക്ഷരങ്ങളിൽ തീർത്ത അനുപമ മാതൃകയാണ് കുണ്ടറ ബുക്ക് സ്റ്റോറി സാഹിത്യോത്സവമെന്ന സാഹിത്യകാരൻ ബെന്യാമിൻ അഭിപ്രായപ്പെട്ടു. കുണ്ടറ മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ വികസനം ലക്ഷ്യമിട്ട് PC വിഷ്ണുനാഥ് MLA നടപ്പാക്കുന്ന കണക്ട് കുണ്ടറയുടെ ഭാഗമായി സംഘടിപ്പിച്ച കുട്ടികളുടെ സാഹിത്യോത്സവമായ കുണ്ടറ ബുക്ക് സ്റ്റോറീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബെന്യാമിൻ. വായന കുട്ടികളെ ചിന്തിക്കുന്നതിനും ഭാവന വളർത്തുന്നതിനും അപ്പുറം ജീവിതത്തെ, പരാജയങ്ങളെ, പ്രതിസന്ധികളെ ക്രിയാത്മകമായി നേരിടുന്നതിന് പ്രാപ്തരാക്കുക കൂടി ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. യുവാക്കളുടെ ഇടയിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിന്റെ പ്രയോഗത്തിനെതിരെ വലിയ പ്രചരണമാണ് നൽകിയത്. മയക്കുമരുന്ന് എങ്ങനെയാണ് നമ്മുടെ തലമുറയെ നശിപ്പിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇതിനു മുമ്പ് കാഴ്ചവെച്ചു. അന്ന് ഒരു വേദിയിൽ സംസാരിക്കാൻ ഞാൻ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ തുടർച്ച എന്ന നിലയിലാണ് നമ്മൾ കുട്ടികളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സർഗവാസനകളെ പരിപോഷിപ്പിക്കുക, വളർത്തിയെടുക്കുക, അതിന് ഔന്നത്യം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി കുണ്ടറ ബുക്ക് സ്റ്റോറീസ് എന്ന പേരിൽ കുട്ടികളുടെ സാഹിത്യോത്സവം ഇവിടെ സംഘടിപ്പിക്കുന്നു. പക്ഷേ അത് കേരളത്തിൽ തന്നെ അപൂർവമായ അനുഭവമാണ്. കേരളത്തിൽ പലതരത്തിലുള്ള സാഹിത്യോത്സവങ്ങൾ കോഴിക്കോടും തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒക്കെ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. കരിക്കോട് TKM ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് സാഹിത്യോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. നിയോജകമണ്ഡലത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി 2 ദിവസങ്ങളിലായി നടക്കുന്ന സാഹിത്യോത്സവത്തിൽ പ്രമുഖ എഴുത്തുകാരായ സുഭാഷ് ചന്ദ്രൻ, വിനോയ് തോമസ്, സൂര്യജിത്ത് M തുടങ്ങിയവർ വിദ്യാർത്ഥികളുമായി സംവദിക്കും. വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ രചനകളും കലാസൃഷ്ടികളും അവതരിപ്പിക്കുന്നതിനുള്ള വേദി കൂടി ഒരുക്കുന്നതിലൂടെ വിദ്യാർത്ഥികളുടെ സർഗവാസനകളെ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായുള്ള പിന്തുണ ഉറപ്പാക്കുന്നതിനാണ് കുണ്ടറ ബുക്ക് സ്റ്റോറീസിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് PC വിഷ്ണുനാഥ് MLA പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ MLA അധ്യക്ഷത വഹിച്ചു. മഹാത്മാഗാന്ധി ഒരു പുസ്തകത്താൽ സ്വാധീനിക്കപ്പെട്ട് സർവോദയ എന്ന ആശയത്തിന് രൂപം നൽകിയിരിക്കുന്നു. ഒരു പുസ്തകം നോക്കൂ, എത്രമേൽ ആളുകളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകം എത്രയോ തലമുറകളെ സ്വാധീനിച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു ഒരുപാട് പുസ്തകം തന്നെയായിരുന്നു. പക്ഷെ അദ്ദേഹം 12-13 വയസ്സുള്ള മകൾക്ക് എഴുതിയ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ ഒരർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ. അദ്ദേഹം അതിൽ കൂടി മകളുടെ ചോദ്യങ്ങൾക്ക്, സംശയങ്ങൾക്ക് ജയിലിൽ കിടന്നുകൊണ്ട് അച്ഛൻ മറുപടി എഴുതുമ്പോൾ അതിൽ ഇന്ത്യയുടെ ചരിത്രവും ലോകത്തിന്റെ സംസ്കാരവും എല്ലാം ആ മറുപടികളിൽ കൂടി വരികയാണ്. അപ്പോ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ ബെന്യാമിൻ ആടുജീവിതം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ നജീബിന്റെ ജീവിതത്തിൽ കൂടി കടന്നു പോവുകയാണ്. കുട്ടികൾ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മൾ അറിയാത്ത ലോകത്തുകൂടി നമുക്ക് കടന്നു പോകാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ഭാവനയുടെ ചിറക് തുണയ്ക്കുന്നുണ്ട്. ഓരോ കഥാപാത്രങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ദയവും സ്നേഹവും അനുകമ്പയും അനുതാപവും എല്ലാം നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറയുന്നുണ്ട്. TKM ട്രസ്റ്റ് ട്രഷറർ TK ജലാലുദ്ദീൻ മുസ്ലിയാർ, TKM ബോർഡ് അംഗം ഡോക്ടർ മുഹമ്മദ് ഹാറൂൺ, TKM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ MJ ഷീബ, കുണ്ടറ AEO ശശിധരൻ പിള്ള, ജില്ലാ ഹയർ സെക്കൻഡറി സ്കൂൾ കോർഡിനേറ്റർ പോൾ ആന്റണി, TKM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അൻവർ മുഹമ്മദ്, കണക്ട് കുണ്ടറ പ്രൊജക്ട് കോർഡിനേറ്റർ അതുൽ കൃഷ്ണ CG എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.